എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടച്ചുപൂട്ടിയ മലപ്പുറം മഞ്ചേരിയിലെ ഇസ്ലാമിക മതപരിവർത്തന കേന്ദ്രമായ സത്യസരണി രഹസ്യമായി പ്രവർത്തിക്കുന്നതായി സൂചന. സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനായി സമൂഹമാധ്യമങ്ങളിലൂടെ അടക്കം വ്യാപക ഫണ്ട് പിരിവ് നടക്കുന്നതായാണ് വിവരം. നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന പ്രവർത്തന കേന്ദ്രമായിരുന്നു സത്യസരണി. PFI ഫണ്ട് ഉപയോഗിച്ചായിരുന്നു പ്രവർത്തനം. PFI നിരോധനത്തിന് പിന്നാലെ സത്യസരണിയിലെ സ്വത്തുകൾ കണ്ടുകെട്ടിയിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നവർക്കും മതവിജ്ഞാനം ലഭിച്ചിട്ടില്ലാത്ത പാരമ്പര്യ മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക അടിസ്ഥാന വിദ്യാഭ്യാസം നൽകുന്ന മഞ്ചേരിയിലെ മഹത്തായ സ്ഥാപനമായ സത്യസരണി അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഭാരിച്ച ചെലവ് വരുന്ന ഇതിൻ്റെ നടത്തിപ്പിലേക്ക് നിങ്ങളുടെ സക്കാത്ത്, സദക്ക, മറ്റ് ദാനധർമ്മങ്ങൾ എന്നിവയുടെ നല്ലൊരു പങ്ക് മാറ്റിവെക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും. അള്ളാഹു സ്വീകരിക്കുകയും അർഹമായ പ്രതിഫലം നൽകുകയും ചെയ്യട്ടെ. ആമീൻ. സത്യസരണിയുടെ സഹായികളാവുക. ശിവദാസ് കർമ്മനം ചേരുന്ന വിവരങ്ങളുമായി. ശിവദാസ്, എന്തൊക്കെ വിവരങ്ങളാണ് പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത്? വീണ, നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ തണലിലും അതോടൊപ്പം തന്നെ അവരുടെ ഫണ്ടും ഉപയോഗിച്ചായിരുന്നു മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന സത്യസരണി പ്രവർത്തിച്ചിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ EDയും അതോടൊപ്പം തന്നെ മറ്റ് NIA അടക്കമുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പരിശോധന നടത്തിയിരുന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ സത്യസരണിയിൽ റെയ്ഡ് നടത്തുകയും അതോടൊപ്പം തന്നെ സത്യസരണിയുടെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. EDയാണ് അന്ന് കണ്ടുകെട്ടിയത്. അതിന് തൊട്ടു മുൻപ് തന്നെ ഏപ്രിൽ മാസത്തിലും അവിടെ പരിശോധന നടത്തിയിരുന്നു. ആ സമയങ്ങളിലെല്ലാം തന്നെ കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് പ്രവർത്തനം എന്നതിന്റെ കൃത്യമായ തെളിവുകൾ അവിടെ നിന്നും ശേഖരിച്ചിരുന്നു. മണിക്കൂറുകളോളം നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലുള്ള തെളിവുകൾ എല്ലാം തന്നെ ശേഖരിച്ചത്. അതിനുശേഷമാണ് അവസാനമായി കഴിഞ്ഞ ഒക്ടോബറിൽ ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ തണലിൽ പ്രവർത്തിക്കുന്ന സത്യസരണിയുടെ ഇത്തരത്തിലുള്ള സ്വത്തുവകകളെല്ലാം തന്നെ കണ്ടുകെട്ടിയത്. പക്ഷെ അതിനുശേഷവും കൃത്യമായി തന്നെ സത്യസരണി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ തെളിവുകൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കാരണം ഈ സത്യസരണി പ്രവർത്തനത്തിന് വേണ്ടി, അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി വ്യാപകമായി തന്നെ ഫണ്ട് പിരിവ് നടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, സത്യസരണി എന്ന് പറയുന്നത് ഒരു മതപരിവർത്തന കേന്ദ്രമാണ്. പ്രത്യേകിച്ച് STPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മതപരിവർത്തന കേന്ദ്രമാണ്. മറ്റു മതങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഹിന്ദു, ക്രിസ്ത്യൻ മതങ്ങളിൽ നിന്നുള്ള ആളുകളെ എല്ലാം തന്നെ ആകർഷിച്ച് ഇവിടേക്ക് എത്തിച്ച് പിന്നീട് ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന 2 മാസത്തെ കോഴ്സാണ് ഇവിടെ നൽകുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് പിന്നീട് തിരിച്ച് അവരുടെ നാട്ടിലേക്ക് പോകാൻ കഴിയുന്നില്ല എങ്കിൽ ഇവരുടെ കീഴിലുള്ള സ്ഥാപനങ്ങളിലോ അതോടൊപ്പം തന്നെ മറ്റു വീടുകളിലോ വാടകയ്ക്ക് ഉള്ള കെട്ടിടങ്ങളിലോ എല്ലാം തന്നെ താമസിപ്പിക്കുന്ന ഒരു രീതി, അത്തരത്തിലുള്ള രീതിയാണ്. ഈ രീതിയിൽ ആകർഷിപ്പിച്ചാണ് മറ്റു മതങ്ങളിലുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ അവർക്ക് തൊഴിൽ വാഗ്ദാനം നൽകുന്നുണ്ട്, പുനരധിവാസ വാഗ്ദാനം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകി പാവപ്പെട്ട ആളുകളെ, നിർധനരായ ആളുകളെ ഇവിടേക്ക് എത്തിച്ച് മതപരിവർത്തനം നടത്തുകയാണ് പ്രധാനമായും സത്യസരണി ചെയ്യുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിൽ കൂടുതലായി ഇവിടെ മഞ്ചേരിയിലെ ചെരണി എന്ന സ്ഥലത്ത് സത്യസരണി പ്രവർത്തിക്കുന്നുണ്ട്. 2008 മുതലാണ് സജീവമായ പ്രവർത്തനം തുടങ്ങിയത്. അതിനു മുൻപ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചത്. ഇതിനെതിരെ 2016 അടക്കം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ സത്യസരണിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പിന്നീട് വ്യാപകമായ പരാതികൾ സത്യസരണിക്ക് എതിരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് EDയുടെയും അതോടൊപ്പം തന്നെ മറ്റ് NIA അടക്കമുള്ള കേന്ദ്ര ഏജൻസികളുടെയും നിരീക്ഷണവും പരിശോധനയും അന്വേഷണവും എല്ലാം തന്നെ സത്യസരണിക്ക് നേരെ ഉണ്ടായത്. അതിനുശേഷം ശക്തമായ രീതിയിലുള്ള നടപടികൾ എടുത്തിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ സത്യസരണിയുടെ സ്വത്തുക്കളെല്ലാം തന്നെ കണ്ടുകെട്ടി. അതിനുശേഷവും ഇപ്പോഴും ഇത് നടന്നിട്ട് 4 മാസം പിന്നിട്ടു. പക്ഷേ ഇപ്പോഴും സത്യസരണി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം സത്യസരണിയിൽ ഇത്തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് പിരിക്കുന്നു. അതിനുള്ള കൃത്യമായ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ഇടപെടൽ നടത്തുന്നു. പ്രത്യേകിച്ച് റംസാൻ മാസം കൂടിയാണ്. ഇതിന്റെ മറവിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം നടക്കുന്നത്. സക്കാത്ത് നൽകുക, അതോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വതക്ക നൽകുക, ഇങ്ങനെ ഒരു ദീനി പ്രവർത്തനമാണ് സത്യസരണിക്ക് കീഴിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം ഇതിനുവേണ്ടി നൽകുക എന്നൊരു വ്യാപകമായ പ്രചാരണമാണ് നടക്കുന്നത്. എന്തായാലും ഇപ്പോഴും NIAയുടെയും അതോടൊപ്പം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും നിരീക്ഷണത്തിൽ തന്നെയാണ് സത്യസരണി ഉള്ളത്. വീണ. ഓക്കെ, ശരി ശിവദാസ്.